വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ദാമ്പത്യ പൂജയ്ക്ക് പോകാൻ റെഡിയാവുകയാണ്. നല്ല സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് പ്രീതി. ഇതേ സമയം റൂമിലേക്ക് അർജുൻ വന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന്. അന്നേരം ഞാൻ റെഡിയായി കഴിഞ്ഞു എന്നും പറഞ്ഞ് പ്രീതി എഴുന്നേൽക്കുകയാണ്. അന്നേരം പ്രീതിയുടെ തോളിലേക്ക് കൈവച്ചിട്ട്, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ, ഇത് കണ്ടിട്ട് ഇനി പുറത്തേക്ക് കൊണ്ടുപോകണോ അതേ അകത്തിങ്ങനെ കണ്ണിൽ നോക്കിയിരുന്ന് നല്ല കൊച്ചു വർത്തമാനവും പറഞ്ഞിരിക്കണോ എന്ന് ചോദിക്കുകയാണ് അർജുൻ. അന്നേരം ആ കൈ തട്ടി മാറ്റിയിട്ട് പ്രീതി പറയുന്നുണ്ട്, ദേ നമ്മൾ ദാമ്പത്യ പൂജയ്ക്കാണ് പോകുന്നത്, വേണ്ടാത്ത ചിന്തയൊന്നും വേണ്ടാന്ന്. ഇനി ഇങ്ങനെ വേണ്ടാത്തൊക്കെ തുടങ്ങിയാൽ ഞാൻ മോനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പ്രീതി പറയുകയാണ്. അന്നേരം ചിരിച്ചുകൊണ്ട് അയ്യോ വേണ്ടായെന്നും പറഞ്ഞ് പ്രീതിയുടെ വയറിനടുത്തേക്ക് വെച്ച് സംസാരിക്കുകയാണ് അർജുൻ. ദേ മോനെ, അച്ഛൻ ഡീസൻ്റാണ്, ഈ അമ്മ പറയുന്നതൊന്നും കേൾക്കണ്ടെന്നൊക്കെ ഒരു കളിതമാശ മട്ടിൽ പറയുകയാണ് അർജുൻ. തുടർന്ന് പ്രീതി തൻ്റെ സംശയം പറയുകയാണ്, നമ്മൾ ദാമ്പത്യ പൂജയ്ക്ക് പോകണത് അമ്മ അറിയുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന്. അന്നേരം നമ്മൾ ദാമ്പത്യ പൂജയ്ക്കാണ് പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ, അല്ലെങ്കിലും സത്യാമ്മയുടെ വീട്ടിൽ ദാമ്പത്യ പൂജയ്ക്ക് പോകല്ലെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്. ശാരദാമ്മയുടെ വീട്ടിൽ പോകുന്നതിന് വിലക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അമ്മ അറിയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ ആശ്വസിപ്പിക്കുകയാണ് അർജുൻ. തുടർന്ന് പ്രീതിയെയും കൂട്ടി താഴേക്ക് ഇറങ്ങി വരികയാണ് അർജുൻ. വരുന്ന വഴിക്ക് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴിക്ക് അർജുൻ പ്രീതിയോട് പറയുന്നുണ്ട്. തുടർന്ന് ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ചിത്രയും വസുമതിയും കണ്ട് ആകെ അങ്ങ് പേടിക്കുകയാണ് പ്രീതി. ദേ അർജുനേട്ട, അമ്മ ദേ ഇരിക്കുന്നു, എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നു എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട്. അന്നേരം നീ ബാക്കിയുള്ളവരെ കൂടെ ടെൻഷൻ എടുപ്പിക്കാതെ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് പ്രീതിയെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് അർജുൻ. തുടർന്ന് അർജുൻ അവരെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പുറത്തേക്ക് പ്രീതിയും പിടിച്ച് പോകാൻ തുടങ്ങുന്നു. അന്നേരം ദേ നോക്കെന്നും പറഞ്ഞ് ചിത്ര വസുമതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം നിൽക്കിയെന്നും പറഞ്ഞ് അവരെ പിടിച്ചു നിർത്തുകയാണ് വസുമതി. എന്നിട്ട് ചോദ്യം ചെയ്യുകയാണ്, എങ്ങോട്ടാണ് രണ്ടുപേരും കൂടിയെന്ന്. പ്രീതിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു, അതാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന്. അന്നേരം എന്താ വിശേഷം അമ്പലത്തിലെന്ന് തിരക്കുകയാണ് വസുമതി. അന്നേരം ഇന്ന് ദാമ്പത്യ പൂജയുടെ ദിവസമല്ലേ, സത്യാമ്മയുടെ വീട്ടിൽ ദാമ്പത്യ പൂജയ്ക്ക് പോകാനോ അമ്മ സമ്മതിച്ചില്ല. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രീതി പറഞ്ഞു, അതിനാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന്. അന്നേരം വിടല്ലേ അമ്മയെന്ന് ചിത്ര രഹസ്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വസുമതി പറയുകയാണ്, രണ്ടുപേരും പോയിട്ട് വരാൻ. അത് കേട്ട് സന്തോഷിച്ച അർജുൻ പ്രീതിയെയും കൂട്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അമ്മ സമ്മതിക്കുമെന്ന്. അവരുടെ സന്തോഷത്തോടുള്ള പോക്ക് കണ്ട് ചിത്ര ദേഷ്യപ്പെടുകയാണ്. അമ്മ എന്തിനാ വിട്ടത്? DNA ടെസ്റ്റ് കഴിയുന്നവരെ അവളെ എങ്ങും വിടില്ല എന്നല്ലേ അമ്മ പറഞ്ഞിരുന്നതെന്ന്. അന്നേരം ദാമ്പത്യ പൂജയ്ക്ക് പോകാൻ കഴിയാത്ത സങ്കടം അവളുടെ മനസ്സിൽ കിടന്ന് എരിയുന്നുണ്ട്. ഇന്ന് അവൾ സന്തോഷിക്കട്ടെ, പോയിട്ട് വരട്ടെ എന്ന് പറയുകയാണ് വസുമതി. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ ദാമ്പത്യ പൂജയ്ക്ക് പോകാനായി ഒരുങ്ങി റെഡിയായി വരികയാണ് ശാലിനിയും വിഷ്ണുവും കൂടി. വിഷ്ണു ആണെങ്കിൽ വെള്ള മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട്, ശാലിനി സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പൂക്കെ വെച്ച് സുന്ദരിയായിട്ട് ഇറങ്ങി വരികയാണ്. അതേസമയം ഉമ്മറത്തിരിക്കുന്ന രാഘവൻ നായർ റെഡിയായോ എന്ന് ചോദിക്കുകയാണ് ഇവരോട്. അന്നേരം അമ്മ പൂജ കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞതെന്ന് ശാലിനി പറയുന്നു. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, കൂടെ ആ ദുശകുനും സുസ്മിതയും കാണുമല്ലോ എന്ന്. ഇത് കേട്ടുകൊണ്ട് സുസ്മിത അവിടേക്ക് വരുന്നുണ്ട്. അത് കേട്ടിട്ട് ഈ കാരണവരെ ഞാൻ ഇന്ന് എന്ന് ചിന്തിക്കുന്നുണ്ട് സുസ്മിത. ഇതേസമയം ശാലിനി വിഷ്ണുവോട് ചോദിക്കുകയാണ്, അച്ഛനോട് പറയട്ടെ എന്ന്. അന്നേരം പറഞ്ഞോളൂ, അച്ഛന് സന്തോഷിക്കട്ടെ എന്ന് വിഷ്ണു പറയുന്നു. അന്നേരം എന്താ മോളെ എന്ന് കാര്യം തിരക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് ശാലിനി പറയുകയാണ്, പൂജ എനിക്കും ശാരികേച്ചിക്കും മാത്രമല്ല പ്രീതിക്കും ചെയ്യുന്നുണ്ടെന്ന്. അന്നേരം പ്രീതിക്കും ചെയ്യുന്നുണ്ടോ എന്ന് കേട്ട് ആകെ സന്തോഷിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ഇതൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് സുസ്മിതയും. വസുമതി തടസ്സം നിൽക്കുമെന്ന് കരുതി മോളത് ആരും അറിയാതെ അറേഞ്ച് ചെയ്തതാണല്ലേ, ഓരോ നിമിഷം കഴിയുന്തോറും മോൾ എൻ്റെ മുന്നിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് സന്തോഷത്തോടു കൂടി ശാലിനിയോട് പറയുകയാണ് രാഘവൻ നായർ. തുടർന്ന് ഇറങ്ങാം, ലേറ്റായി പോയി എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനി ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം എൻ്റെ മൊബൈൽ എടുക്കാൻ പോയി, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഓടിച്ചാടി സന്തോഷത്തോടു കൂടി മുകളിലേക്ക് കയറി പോവുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിൻ്റെ സന്തോഷം കണ്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, അവനാകെ സന്തോഷത്തിലാണെന്ന്. അത് കേട്ട് ചിരിക്കുന്നുണ്ട് പ്രീതിയും ശാലിനിയും. ഇതേസമയം വിഷ്ണു അകത്തേക്ക് കയറുന്നത് കണ്ട് പെട്ടെന്ന് വാതിൽക്കൽ നിന്നും ഒളിഞ്ഞങ്ങ് മാറി നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് റൂമിലേക്ക് എത്തിയ സുസ്മിത വസുമതിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ദേഷ്യത്തോടു കൂടി ഇവളൊന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് വസുമതി. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ബന്ധുക്കളല്ലേ, ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ച് ബന്ധം പുതുക്കണ്ടേ എന്നൊക്കെ സുസ്മിത ചോദിക്കുന്നുണ്ട്. പക്ഷേ സുസ്മിതയുടെ സംസാരമൊന്നും വസുമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം നീ വിളിച്ച കാര്യം പറയുമെന്ന് പറയുകയാണ് വസുമതി. തുടർന്ന് ആൻറ്റി ഇന്ന് വരുന്നുണ്ടോ എന്നറിയാനാണ് ഞാൻ വിളിച്ചതെന്ന് സുസ്മിത പറയുന്നു. അന്നേരം എവിടേക്കെന്ന് ചോദിക്കുകയാണ് വസുമതി. അന്നേരം ശാരദാമ്മയുടെ വീട്ടിലേക്ക് ദാമ്പത്യ പൂജ
പൂജയ്ക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം അവിടെ എന്തോ നടക്കട്ടെ, അവിടെ ഞാൻ എന്തിനാ വരുന്നതെന്ന് വസുമതി അന്വേഷിക്കുകയാണ്. തുടർന്ന് സ്വന്തം മകൻ്റെയും മരുമകളുടെയും ദാമ്പത്യ പൂജയ്ക്ക് ആൻറ്റി വരുന്നില്ലേ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയുടെ മനസ്സിൽ ഇതെങ്ങനെയും വസുമതിയെ അറിയിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ്. അന്നേരം ഒന്ന് ദേഷ്യപ്പെട്ട് ആകെ അങ്ങ് ഞെട്ടി, ആരുടെ ദാമ്പത്യ പൂജയെന്നാണ് നീ പറഞ്ഞതെന്ന് അന്വേഷിക്കുകയാണ് വസുമതി. അന്നേരം പ്രീതിയുടെയും അർജുൻ്റെയും ദാമ്പത്യ പൂജയാണ് നടക്കുന്നത്. അപ്പോൾ ആൻറ്റി അത് അറിഞ്ഞില്ലെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ആൻറ്റി അവരെ അറിയിക്കാതിരുന്നത് ആൻറ്റി വരുമെന്ന് കരുതിയാണ്, അവർക്ക് താല്പര്യമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് ഏഷണി കയറ്റുകയാണ് സുസ്മിത. എങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ആൻറ്റി ഒന്നും കേട്ടിട്ടില്ല എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം ആകെ കലിതുള്ളി നിൽക്കുകയാണ് വസുമതി. തുടർന്ന് ഫോൺ വെച്ച ശേഷം സുസ്മിത പറയുകയാണ്, മാലപ്പടക്കത്തിന് തീ കൊളുത്തി കഴിഞ്ഞു, ഇനിയിപ്പോൾ ആമിട്ട് പൊട്ടുന്നത് ശാരദാമ്മയുടെ വീട്ടിലാണ്, കാത്തിരുന്ന് കാണാമെന്ന്. ഫോൺ വെച്ച ശേഷം വസുമതി സ്വയം പറയുകയാണ്, അപ്പോൾ രണ്ടുപേരും കൂടി ചതിക്കുകയായിരുന്നല്ലേ, പൂജ നടത്തുന്നുണ്ട് ഈ വസുമതി, പ്രസാദം വാങ്ങാൻ നിങ്ങൾ തയ്യാറായിക്കോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അകത്തങ്ങ് റൂമിലേക്ക് വസുമതി മാറുന്നുണ്ട്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ റൂമിലേക്ക് ഫോൺ എടുക്കാൻ പോയ വിഷ്ണു ഫോണൊക്കെ എടുത്ത് താഴേക്ക് വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായരുടെ യാത്രയൊക്കെ രണ്ടുപേരും പറയുന്ന സമയത്ത് സത്യഭാമയും അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, എന്നാൽ ഞങ്ങൾ പോട്ടെ അമ്മയെന്ന്. അന്നേരം പോയിട്ട് വാ എന്ന് ഭാമ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി, സത്യാമ്മ ഇപ്പോൾ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എത്തിക്കോളാം എന്ന് ഭാമ പറയുന്നുണ്ട്. ശാലിനിയോട് അപ്പോൾ സത്യാമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷേ സന്തോഷവുമില്ല. അങ്ങനെ ഒരു മുഖഭാവത്തോടു കൂടിയാണ് ഭാമ പറയുന്നത്. അന്നേരം രണ്ടുപേരും തുടർന്ന് ജീപ്പിലേക്ക് കയറി ശാലിനിയും വിഷ്ണുവും പോകുന്നുണ്ട്. അവരാ സന്തോഷത്തോടു കൂടിയൊക്കെ പോകുന്നത് രാഘവൻ നായരും ഭാമയും നോക്കി നിൽക്കുകയാണ്. അന്നേരം റൂമിൻ്റെ അകത്ത് നിന്ന് ഇതൊക്കെ കണ്ട സുസ്മിതയും അവർ പോയ ശേഷം ആ ഒരു സമയത്ത് രാഘവൻ നായരുടെയും ഭാമയുടെയും അടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് സുസ്മിത, നമുക്കും പോണ്ടേ ആൻറ്റി എന്ന് ഭാമയോട് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, അവിടെ പോകുന്നത് എന്തിനാണ്, അവളെ പീഠത്തിലിരുത്തി പൂജിക്കുന്നത് കാണാനാണോ പോകുന്നത് എന്നൊക്കെ നീരസത്തോടു കൂടി ഭാമ പറയുന്നു. അന്നേരം പോയേ പറ്റൂ എന്ന് പറയുകയാണ് സുസ്മിത. തുടർന്ന് രാഘവൻ നായരും പറയുന്നുണ്ട്, ശാരദാമ്മ ഇവിടെ വന്ന് ക്ഷണിച്ചതല്ലേ, ഭാമ സമ്മതിച്ചതല്ലേ ചെല്ലാമെന്ന്, പിന്നെന്താ പോകാത്തതെന്ന്. തുടർന്ന് സുസ്മിത ഒരുപാട് നിർബന്ധിക്കുകയാണ് ഭാമയെ, പോകാം ആൻറ്റി പ്ലീസ്, പോയേ പറ്റൂ എന്നൊക്കെ പറയുന്നു. അന്നേരം സുസ്മിതയുടെ സംസാരവും ഭാവവും ഒക്കെ രാഘവൻ നായരും ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ആൻറ്റി ഇനി പോകാതിരിക്കുമോ, പോയില്ലെങ്കിൽ ഒരു സൂപ്പർ സീൻ നഷ്ടമാകുമല്ലോ എന്നൊക്കെ വിഷമിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ തോരണവും പൂവും മാലയും ഒക്കെ വെച്ച് വീടൊക്കെ അലങ്കരിക്കുകയാണ് ശ്യാമയും ശാന്തയും രാജിയും ഒക്കെ ചേർന്ന്. അന്നേരം അവിടേക്ക് വന്ന ശാരദാമ്മ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അവരെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പരിഭവം പറയുന്നുണ്ട്. അന്നേരം ചടങ്ങ് തുടങ്ങാൻ സമയമായില്ലല്ലോ, പൂജാരി പോലും എത്തിയിട്ടില്ലല്ലോ, അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞ് ശ്യാമ പറയുന്നുണ്ട്. ഈ സമയം വിഷ്ണുവിൻ്റെ ജീപ്പിൽ എത്തുകയാണ് വിഷ്ണുവും ശാലിനിയും ശാരികയും രാജീവും. അന്നേരം അവരെ കണ്ട് ഓടി സന്തോഷത്തോടു കൂടി കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ശ്യാമ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം നിന്റെ വല്യേച്ചി ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേടി എന്ന് ശാരിക പരിഭവം പറയുന്നുണ്ട്. അന്നേരം എനിക്ക് 2 കൈയിലേ ഉള്ളൂ ചേച്ചി എന്നും പറഞ്ഞ് ശാരികയും കെട്ടിപ്പിടിക്കുകയാണ് ശ്യാമയും. തുടർന്ന് കളിയാക്കി ശ്യാമ പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ വരുന്നു നോക്കി ഇവിടെ ഒരാളുടെ കണ്ണ് കഴക്കിയായിരുന്നു, വല്യേച്ചിയോടും കുഞ്ഞേച്ചിയോടുമാണ് എല്ലാവർക്കും സ്നേഹം, നമ്മളെ ആർക്കും വേണ്ടല്ലോ എന്നൊക്കെ തമാശ മട്ടിൽ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ഒന്ന് പോടിയെന്നും പറഞ്ഞ് ശ്യാമയെ ഞോണ്ടുകയാണ് ശാലിനി. അമ്മയുടെയും മക്കളുടെയും സന്തോഷമൊക്കെ ദൂരെ നിന്ന് കാണുകയാണ് രാജീവും വിഷ്ണുവും കൂടി. തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എല്ലാവരും കൂടി എങ്ങനെ ഒരുമിച്ചെത്തിയെന്ന്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി അവരുടെ വീട്ടിൽ ചെന്ന് രാജീവ് സാറിനെയും ശാരികയും കൂടി കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന്. തുടർന്ന് ശാരദാമ്മ രാജീവിനോട് പറയുന്നുണ്ട്, ദാമ്പത്യ പൂജയ്ക്ക് വരാനായിട്ട് അവിടെ നിന്ന് ആരെങ്കിലും തടസ്സം പറയുമോ എന്നായിരുന്നു എൻ്റെ പേടിയെന്ന്. അന്നേരം ചിരിച്ച് രാജീവ് പറയുകയായിരുന്നു, അതാണ് എന്നെയും അതിശയിപ്പിച്ചത്, എന്തിനും ഏതിനും തടസ്സം പറയുന്നവരാണ് അമ്മയും അമ്മാവനും, പക്ഷേ ഇതിനൊന്നും പറഞ്ഞില്ല, പോയിട്ട് വരാനാണ് അവർ പറഞ്ഞതെന്ന്. അന്നേരം ആശ്വസിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാരദാമ്മ അവരെല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറിയ വിഷ്ണു, ഒരുക്കങ്ങളൊക്കെ നന്നായിട്ടുണ്ടല്ലോ, അവരെത്തിയില്ല അല്ലേ എന്ന് സംശയം പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, ഫോണിൽ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണെന്ന്. അന്നേരം വസുമതി ആൻറ്റി എന്തെങ്കിലും തടസ്സം പറഞ്ഞ് വീട്ടിലുണ്ടാകില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് വിഷ്ണു. തുടർന്ന് ശാരദാമ്മ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്, സത്യാമ്മ വരുമല്ലോ, വരുമ്പോൾ പ്രീതിയും അർജുനും ഇവിടെ ഉണ്ടായെങ്കിൽ സത്യാമ്മയ്ക്ക് വളരെ സന്തോഷമായേനെന്ന്. അന്നേരം അമ്മ വരും എന്ന് പറയുകയാണ് വിഷ്ണു.
ഇതേസമയം അർജുനും പ്രീതിയും ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വാതിൽക്കൽ അവർ വരുന്നത് കണ്ട് ശ്യാമ ദേ ആരാ വരുന്നതെന്ന് നോക്കിക്കേന്ന് പറയുകയാണ്. അന്നേരം അവരെ കണ്ട് എല്ലാവരും സന്തോഷമാകുന്നുണ്ട്. ശാലിനി ഓടിച്ചെന്ന് പ്രീതിയെ കെട്ടിപ്പിടിക്കുകയും വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയുമാണ്. തുടർന്ന് പ്രീതി ചെന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം വിഷ്ണു ചേർത്ത് പിടിക്കുന്നുണ്ട് പ്രീതിയെ. പിന്നെ എങ്ങനെ അവിടുത്തെ തടവറയിൽ നിന്ന് ചാടിയെന്ന് വിഷ്ണു അന്വേഷിക്കുകയാണ്. ഒരു കള്ളം പറഞ്ഞു അമ്പലത്തിൽ പോവുകയാണെന്ന്, അങ്ങനെയാണ് ചാടിയതെന്ന് അർജുൻ പറയുന്നു. അന്നേരം രാജീവ് ചിരിച്ചു പറയുകയാണ്, വക്കീലല്ലേ, അപ്പോൾ പിന്നെ കള്ളം പറഞ്ഞ ശീലമല്ലേ എന്ന്. അത് കേട്ട് എല്ലാവരും കൂടെ അങ്ങ് ചിരിക്കുന്നുണ്ട്. അന്നേരം ആകെ ഒരു സന്തോഷമട്ടാണ് അവിടെ എല്ലാവർക്കും. അന്നേരം അർജുൻ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങളൊക്കെ വലിയ ജോലിക്കാർ, ജോലിക്ക് പോയില്ലെങ്കിലും ശമ്പളം കിട്ടുമെന്ന്. അന്നേരം പ്രൊഫഷണൽ കയറി പിടിക്കല്ലേ എന്നൊക്കെ രാജീവും തിരിച്ചു പറയുന്നുണ്ട്. തുടർന്ന് രാജീവ് പറയുകയാണ്, വിഷ്ണുവിൻ്റെ ജോലിയാണ് നല്ലത്, കാലുമേറ്റി ഇരുന്നാൽ മതി, പലിശക്കാർ കാണിക്കായിട്ട് പൈസ കൊണ്ടുവന്നിടുമെന്ന്. അത് കേട്ട് ഇഷ്ടപ്പെടാതെ അങ്ങ് ചിരിച്ചങ്ങ് തമാശക്കെന്നോണം ശാലിനിയും പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ കുറ്റം പറയണ്ട, എൻ്റെ ഭർത്താവും അധ്വാനിച്ച് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന്. അന്നേരം പ്രീതിയോട് അർജുൻ പറയുകയാണ്, കണ്ടോ പ്രീതി, ഭർത്താവിനെ കുറ്റം പറഞ്ഞപ്പോൾ ചൊറിഞ്ഞു എന്ന്. ഇവരുടെ സംസാരവും എല്ലാമൊക്കെ കണ്ടിട്ട് ശാരദാമ്മയ്ക്കും ആകെ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ശാലിനി അന്നേരം തൻ്റെ പക്ഷം ചേർന്ന് പറഞ്ഞത് കേട്ട് ആകെ സന്തോഷമാകുന്നുണ്ട് വിഷ്ണുവിന്. അന്നേരം ഈ സന്തോഷം എപ്പോഴും കണ്ടാൽ മതി എന്ന് പ്രീതിയും പറയുകയാണ്. അതൊക്കെ ഇനി എപ്പോഴും ഉണ്ടാകും, ദാമ്പത്യ പൂജയല്ലേ നടക്കാൻ പോകുന്നതെന്ന് രാജീവ് പറയുകയാണ്. അന്നേരം ശാരിക ചോദിക്കുകയാണ്, ഈ സാറിന് എന്താ അമ്മയൊക്കെ കേട്ടോണ്ടിരിക്കുന്നു എന്ന്. പക്ഷേ ശാരദാമ്മ അന്നേരം മുഖം കുനിച്ചങ്ങ് ചിരിക്കുകയാണ്. ഇതേസമയം ദാമ്പത്യ പൂജ ആരംഭിക്കാനായി തിരുമേനിയും ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് സുസ്മിതയും സത്യഭാമയും ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സുസ്മിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അന്നേരം അമ്മയാണെന്ന് സുസ്മിത പറയുന്നു. അന്നേരം മോൾ സംസാരിക്കുക, അകത്ത് ചടങ്ങ് തുടങ്ങാൻ മുഹൂർത്തമായി എന്ന് പറഞ്ഞ് സത്യഭാമയങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. ഇതേസമയം അകത്ത് തിരുമേനി പൂജ ആരംഭിക്കാം, വിശേഷപ്പെട്ട ആരെങ്കിലും വരാനുണ്ടോ എന്ന് ശാരദാമ്മയോട് ചോദിക്കുന്നു. അന്നേരം വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം അകത്തേക്ക് കയറി വരുന്ന സത്യഭാമയെ കണ്ട് ആകെ സന്തോഷിക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.